എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നേരെ ഇറങ്ങി ബസ്സിലോട്ട് കയറി. ബസ്സിൽ നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ബാങ്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് കയ്യിൽ. അപ്പോൾ എങ്ങോട്ടാണ് എവിടെയാണ് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ നേരെ ട്രെയിനിലോട്ട് കയറി. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ ഒരു സീറ്റ്. അപ്പറിലാണ് ഞാൻ കിടക്കുന്നത്. ഇനി ഞാൻ എവിടെ പോകണമെന്ന് പറയാൻ ഞാൻ നേരെ കൊച്ചിക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ കൊച്ചിയിലെത്തി നമ്മൾ നേരെ ഊബർ വിളിച്ച് നമ്മൾ നേരെ മോർബിഡൻ ജസ്മിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ എത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? കൊച്ചി എയർപോർട്ടിലോട്ട് പോകുന്നു. അങ്ങനെ കൂട്ടാൻ്റെ ഭയം പറഞ്ഞ് ഞാനൊരു 9 മണിയായപ്പോഴേക്കും ഞാൻ അവിടെ എയർപോർട്ടിൽ എത്തി. പിന്നെ നേരെ നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കാണാം ഫുൾ ക്യൂ ആണ് ഗൈസ്. ഓക്കെ, കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഫ്ലൈറ്റിനകത്തോട്ട് കയറാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വെപ്രാളപ്പെട്ട് ഓടിച്ചാടി വന്ന് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തപ്പോഴാണ് ഞാനൊരു വാർത്ത അറിയുന്നത്. ഞാൻ പോകാനിരിക്കുന്ന ഫ്ലൈറ്റ് 3/4 മണിക്കൂർ ലേറ്റ് ഗൈസ്. അങ്ങനെ അവസാനം കാത്തിരുന്ന ഫ്ലൈറ്റ് എത്തി ഗൈസ്. അങ്ങനെ ഞാൻ പോവുകയാണ് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് പറയാം. നമ്മൾ അതോ ലോകമായ മുംബൈയിലോട്ട് പോവുകയാണ് ഗൈസ്. മുംബൈ. അങ്ങനെ അവിടുത്തെ ചേച്ചി നമുക്ക് നമസ്കാരം. നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി. പക്ഷേ എനിക്ക് കിട്ടിയ സീറ്റ് വിൻഡോ സീറ്റ് അല്ലായിരുന്നു ഗൈസ്. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. കുഴപ്പമില്ല, ആവശ്യമല്ല. ഞാൻ ഫുഡിൽ തീർത്ത് ഗൈസ്. ഫുഡ് നമുക്ക് നല്ല ഹെവി ഫുഡായിരുന്നു. നമുക്ക് നല്ല മാഗിയും നല്ല ചില്ലി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അതൊക്കെ കഴിച്ച് നമ്മൾ ഒന്ന് കണ്ണ് തുറന്നതും മുംബൈ എത്തി ഗൈസ്. മുംബൈ. അങ്ങനെ രാത്രി ഒരു 1:30-1:45 ആയപ്പോൾ ഞാൻ മുംബൈയിലെത്തി. അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കും യാത്ര ചെയ്തോടെ തീർന്നു. യാത്ര തീർന്നിട്ടില്ല ഗൈസ്. ഞാൻ ഇനിയും അടുത്തൊരു ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണം. അത് ഇനി അടുത്ത് 5 മണിക്കാണ്. ഓക്കെ, 5 മണി ഞാൻ ഇനി മുംബൈയിലോട്ട് വെയിറ്റ് ചെയ്യണം ആ ഒരു ഫ്ലൈറ്റിന് വേണ്ടി. അങ്ങനെ 5 മണിയായി ഗൈസ്. അങ്ങനെ ഞാനതാ മരുഭൂമികളുടെ നാടായ രാജസ്ഥാനിലോട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, ഇങ്ങനെ ടിക്കറ്റ് കിട്ടി. പക്ഷേ ടിക്കറ്റ് എനിക്ക് പ്രത്യേകത ഉണ്ട് ഗൈസ്. ഈ ടിക്കറ്റ് ഞാൻ നോർമൽ ടിക്കറ്റാണ് എടുത്തത്. പക്ഷേ അവരെനിക്ക് പ്രീമിയം എക്കണോമി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തത് ഗൈസ്. ഓക്കെ, അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. കാരണം ഞാൻ അങ്ങനെ ഇതുവരെ ഇരുന്നിട്ടില്ല ഒരു പ്രീമിയം എക്കണോമി സീറ്റിൽ. എനിക്കൊരു ബിഗ് താങ്ക്സ്. എനിക്കൊരു ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്തതിന് ബിഗ് താങ്ക് യു. അങ്ങനെ നമ്മൾ വിൻഡോ സീറ്റിൽ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റിന്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോൾ നമുക്കൊരു മെനു ബുക്ക് കിട്ടി ഗൈസ്. ഓക്കെ, മെനു ബുക്കിൽ നമ്മൾ തുറന്നപ്പോൾ നല്ല കിടലെങ്കിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് വെള്ളത്തിൽ മുക്കി ഒരു ക്ലീനിങ് വൈബ്സും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഗൈസ് രാത്രിയുള്ള മുംബൈയുടെ ആ ഒരു സൗന്ദര്യം ഞാൻ കാണുന്നത് എന്താ വൈബ് അല്ല ഗൈസ്. നമുക്ക് ഫുൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മുംബൈ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, പ്രീമിയം എക്കണോമി ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഗൈസ്. ഓക്കെ, ഇത് കണ്ടോ ഒരു കട്ടനും കാര്യങ്ങളും കൊണ്ട് റൂം കണക്കാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിനകത്ത് ഉള്ള ഒരു സെറ്റപ്പാണ്. നമുക്ക് നല്ല പ്രീമിയം ഫുഡൊക്കെയാണ് അവർ തന്നിട്ട് എയർ ഇന്ത്യ. നമ്മളെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ബട്ടർ ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്. പിന്നെ ഗൈസ് അതിനകത്ത് നോക്കിയാൽ നമുക്ക് ചിക്കൻ സോസേജ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ട ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ ഒരു കട്ട്ലേറ്റ് കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാം കൂടെ റിച്ച് ഫുഡ് ആയിരുന്നു ഗൈസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഫ്ലൈറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സൺറൈസും കണ്ട് അങ്ങനെ എണീറ്റപ്പോഴേക്കും നമ്മൾ ജയ്പൂർ എയർപോർട്ടിൽ എത്തി. ഗൈസ് എയർപോർട്ടിൽ പുറത്തോട്ട് നമ്മൾ ഊബറിനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, രാഷ്ട്രീയം എന്തിനാണ് വന്നത് എന്നെല്ലാം നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.